പ്രിയദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഫെബ്രുവരി 2026 തിങ്കളാഴ്ച ദിവസം. ഈ വർഷത്തെ 33-ാമത്തെ ദിവസം, ഈ മാസത്തെ 2-ാമത്തെ ദിവസം. ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വ്യസനിക്കുന്ന ആളിന് തക്ക സമയത്ത് സഹായം ലഭിച്ചാൽ അവൻ അനർത്ഥം ഒന്നും ചെയ്യുകയില്ല. വ്യസനിക്കുന്ന ആളിന് തക്ക സമയത്ത് സഹായം ലഭിച്ചാൽ അനർത്ഥം ഒന്നും ചെയ്യുകയില്ല. അതിനായി ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-8 വാക്യം ആണ്. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എനിക്ക് എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലയോ എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ല അല്ലയോ എന്ന് പറഞ്ഞു. നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, എൽക്കാനയെയും ഹന്നായെയും കുറിച്ച് എല്ലാവർക്കും അറിയാം. അവരുടെ നിരന്തരമായ നോയമ്പും ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് അവർക്ക് ലഭിച്ച പുത്രനാണ് ശമൂവേൽ. ആ ശമൂവേൽ പ്രവാചകനെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. ആ കുഞ്ഞ് ലഭിക്കുന്നതിന് മുമ്പ് അവൾ വളരെ ദുഃഖത്തോടുകൂടി വ്യസനത്തോടുകൂടി പ്രാർത്ഥിച്ചു. അവളെപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ അവസരത്തിൽ അവളുടെ ഭർത്താവായ എൽക്കാന അവളോട് പറയുന്ന ഒരു ഭാഗമാണ്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറയുന്നു. കാരണം നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഹന്നായെ അന്ന് നിസ്സഹായയായി വിട്ടിരുന്നെങ്കിൽ ഒരു വർഷമെങ്കിൽ അവളിൽ നിന്നും എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചേനെ. കാരണം ആ തരത്തിൽ അവൾക്ക് അവളുടെ മൂത്ത സഹോദരി എന്ന് വേണമെങ്കിൽ പറയാം, അതായത് എൽക്കാനയുടെ ആദ്യ ഭാര്യയിൽ നിന്നും പുരോഹിതനിൽ നിന്ന് പോലും അവൾക്ക് ഒരുപാട് നിന്ന സഹിക്കേണ്ടി വന്നു. യഹൂദന്മാരുടെ ഇടയിലത്തെ കാര്യം അറിയാം. ഒരു കുഞ്ഞുണ്ടാകാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ബാഞ്ച്, അതായത് അവർ മച്ചിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അവർക്ക് വലിയ പേരുദോഷമാണ് ഉണ്ടാകുന്നത്. അവളെല്ലാ തരത്തിലും ദുഃഖിതയായിരുന്നു. എന്നാൽ സത്യസന്ധനായ എൽക്കാന അവൾക്ക് ഒരു സഹായം ചെയ്യുകയാണ്. അപ്പോൾ പറയുന്നതാണ്, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സഹായം CJ റോയ്ക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ CJ റോയിയും ഒരു അനർത്ഥം കാണിക്കയില്ലായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. വിലാപങ്ങൾ അവസാനിക്കുന്നിടത്ത് അതിജീവനത്തിൻ്റെ നൃത്തം ആരംഭിക്കുന്നു. ഓരോ കണ്ണുനീർ തുള്ളിയും നിനക്ക് വീണുടയ്ക്കാനുള്ളതല്ല, നിന്റെ ഉള്ളിലെ കരുത്തിനെ ഉണർത്താനുള്ള സംഗീതമാണ്. ഇരുളിനെ ശവിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളിൽ ഒരു ശുഭ ചിന്തയുടെ വിളക്ക് കൊളുത്തുന്നതാണ്. തളർന്ന് വീഴുന്നിടത്ത് നിന്നല്ല, തറക്കാനാവാത്ത ധാർഷ്ട്യത്തോടെ എഴുന്നേൽക്കുന്നിടത്താണ് നിന്റെ നൃത്തം മനോഹരമാകുന്നത്. വിധിയെ പഴിച്ച് വിരുമ്പുന്നതിനേക്കാൾ ഭംഗിയുണ്ട് വിധിക്ക് മുമ്പിൽ പതറാതെ പുഞ്ചിരിയോടെ നൃത്തം ചെയ്യുന്നത്. ഒരു വിടവാങ്ങൽ മാത്രം അല്ല, മറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഇത്. ഡോക്ടർ CJ റോയ് പേര് മാത്രം മതി ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുവാൻ. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മാത്രമല്ല, സിനിമ, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, ആരോഗ്യ മേഖലകൾ തുടങ്ങിയ അനവധി മേഖലകളിൽ
തൻ്റെ അടയാളം പതിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കാസനോവ പോലുള്ള സിനിമയുടെ നിർമ്മാതാവ്, ബിഗ് ബോസ് പോലെയുള്ള വലിയ ഷോകളുടെ മുഖ്യ സ്പോൺസർ, ഗൾഫിലും ഇന്ത്യയിലും ഒരുപോലെ സാന്നിധ്യമുള്ള ഒരു സംരംഭകൻ, 200-ലധികം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിയ മനുഷ്യൻ, ഹൃദയ ശസ്ത്രക്രിയ മുതൽ വീട് വരെ അനേകർക്ക് ജീവിതം നൽകിയ കൈ. അത്തരം ഒരാൾ ഒരു ദിവസം ഓഫീസിലെ ഒരു മുറിയിൽ തൻ്റെ കൈകളാൽ ജീവിതത്തോട് വിട പറയുന്നു എന്ന വാർത്ത കേരളക്കര മുഴുവനും ഞെട്ടലോടെ കേട്ട് നിൽക്കുന്ന ഒരു സത്യം. ഇത് ഒരു വ്യക്തിയുടെ മരണം മാത്രമല്ല, ഇത് മാനസിക സമ്മർദ്ദം എന്ന അപകടകരമാണ് എന്നതിൻ്റെ ഏറ്റവും വേദനാജനകമായ ഉദാഹരണമാണ്. വിജയമെല്ലാം ആണോ? പണം, പേര്, പ്രൗഢി, ശക്തി, ബന്ധങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടും മനസ്സിന് സമാധാനമില്ലെങ്കിൽ മനുഷ്യൻ അകത്തുനിന്ന് തകർന്നു പോകും. പുറത്ത് എല്ലാവർക്കും തോന്നും അദ്ദേഹത്തിന് എന്തു കുറവ്, പക്ഷേ ഉള്ളിൽ നടക്കുന്ന യുദ്ധം ആർക്കും കാണാൻ കഴിയുകയില്ല. മനസ്സ് ചിലപ്പോൾ ശബ്ദമില്ലാതെ കരയും. ആ കരച്ചിൽ കേൾക്കാൻ ഒരാൾ പോലും ഇല്ലെങ്കിൽ അവിടെ നിന്നാണ് ഇത്തരം ദുരന്തങ്ങൾ തുടങ്ങുന്നത്. ഇത് നമ്മളോടുള്ള ഒരു സന്ദേശമാണ്. ഈ സംഭവം നമ്മളോട് പറയുന്നത് ഇതാണ്: മനസ്സ് ആരോഗ്യമില്ല എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യവും ഒരു ചെറിയ മുറിയിൽ അവസാനിക്കാം. നമ്മൾ സംസാരിക്കണം, നമ്മൾ കരയണം, നമ്മൾ സഹായം ചോദിക്കണം. ദൗർബല്യം കുറ്റമല്ല, സഹായം തേടുന്നത് പരാജയമല്ല. നമുക്ക് പഠിക്കാം ഈ നഷ്ടത്തിൽ നിന്ന്. ഡോക്ടർ റോയിയുടെ ജീവിതം നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾക്കല്ല, അദ്ദേഹം ജീവിച്ചപ്പോൾ മറ്റുള്ളവർക്ക് നൽകിയ ജീവിതങ്ങൾക്കാണ്. അദ്ദേഹം പണിത കെട്ടിടങ്ങളേക്കാൾ വലുതാണ് അദ്ദേഹം പണിത മനുഷ്യരുടെ പ്രതീക്ഷകൾ. അദ്ദേഹം പോയി, പക്ഷേ അദ്ദേഹം നൽകിയ സഹായങ്ങൾ ഇനിയും അനേകം വീടുകളിൽ പ്രകാശമായി തുടരും. ആ അഭ്യർത്ഥന, നിങ്ങൾ സമ്മർദ്ദത്തിലാണ് എങ്കിൽ ദയവായി ഒറ്റയ്ക്ക് പോരാടരുത്. ഒരു അഭ്യർത്ഥന നമുക്ക് എല്ലാവരോടും ചെയ്യേണ്ടതുണ്ട്. ഒരു സുഹൃത്തിനോട് സംസാരിക്കുക, ഒരു കൗൺസിലറിനോട് സംസാരിക്കുക, ഒരു മനുഷ്യനോട് പറയുക, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ജീവിതം അവസാനിപ്പിക്കുന്നതല്ല പരിഹാരം, മറിച്ച് ഒരു ജീവിതത്തെ പങ്കുവയ്ക്കുന്നതാണ് പരിഹാരം. അവസാനം ഡോക്ടർ CJ റോയി ഒരു സ്ട്രോങ് ആയ മനുഷ്യനായിരുന്നു. വലിയ വിജയങ്ങളുടെ പിന്നിൽ വലിയൊരു മനുഷ്യ മനസ്സ്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ നമ്മളെ തകർക്കുന്ന ഒരു വാർത്ത മാത്രമല്ല, നമ്മളെ ഉണർത്തുന്ന ഒരു സന്ദേശമാണ്. ജീവിതം ബലമാണ്, പക്ഷെ മനസ്സ് സംരക്ഷിക്കാതെ ആ ബലം നിലനിൽക്കുകയില്ല. നമുക്ക് ജീവിക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് പരസ്പരം കൈപിടിക്കാം. ഇനി ഒരാൾ പോലും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് ഇങ്ങനെ പറയുവാനുള്ള കാരണമെന്ന് പറയുന്നത്, മിസ്റ്റർ റോയിക്ക് ഒരുപക്ഷെങ്കിൽ നല്ല എല്ലാം തുറന്നു പറയാൻ പറ്റിയ നല്ലൊരു കൂട്ടുകാരൻ ഒരുപക്ഷെ കാണില്ലായിരുന്നായിരിക്കാം. എന്തോ അദ്ദേഹത്തിന് മാത്രമേ അത് അറിയാവുള്ളൂ. എന്നാൽ ഈ ലോകത്തിൽ കാണപ്പെട്ട ഒരു ദൈവമായിരുന്നു അത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അതിൽ രണ്ട് അഭിപ്രായം ആർക്കും ഉണ്ടാകുകയില്ല. ഇനി ഇത് ഒരു പാഠമായി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ദൈവത്തിൽ ശരണപ്പെടുകയും നല്ല കൂട്ടുകെട്ടുണ്ടാക്കി അവരോട് നമ്മളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട്, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരും അതുപോലെ തന്നെ നാം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും ആണ് എങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് നാം പഠിക്കേണ്ടത് 1 ഗലാത്യർ, അതിനു വേണ്ടിയിട്ട് നാം നോക്കേണ്ടതായ വേദഭാഗം എന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ്. അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതങ്ങനെ ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും ഉപസ്മരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.